നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 12ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. കേരള ജോഗ്രഫി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കേരള ജോഗ്രഫിയിൽ LGSനും അതുപോലെ 10th ലെവലിലുള്ള പ്രിലിംസ് പരീക്ഷയ്ക്കുമൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്. അതുപോലെ തന്നെ VFA, ബെക്കോ, LDC പരീക്ഷകളിലെല്ലാം നമ്മുടെ സിലബസിലുള്ള ഭാഗമാണ് കേരള ജോഗ്രഫിയിലെ കേരളത്തിലെ നദികൾ. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് കേരളത്തിലെ നദികളെക്കുറിച്ചിട്ടുള്ള ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും ഈ ക്ലാസ് മിസ് ചെയ്ത് കളയരുത്. മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കേരളത്തിലെ നദികൾ എന്ന് പറയുമ്പോൾ ആകെ നദികളുടെ എണ്ണം തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. 44 നദികളുണ്ട്. അപ്പോൾ ഈ 44 നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണമാണ് അല്ലേ? അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എത്രയായിരിക്കും? 41. അപ്പോൾ ആകെ നദികൾ ചോദിക്കുകയാണെങ്കിൽ 44. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയുമുണ്ട്, കിഴക്കോട്ട് ഒഴുകുന്നവയുമുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 എണ്ണവും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുമാണ്. അപ്പോൾ അത് ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ നദികളെ പറ്റി, എത്ര നദികളുണ്ടെന്ന്. ഇതിൽ നമുക്കറിയാം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. അതുപോലെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. അപ്പോൾ വടക്കേ അറ്റവും തെക്കേ അറ്റവും ക്ലിയർ ആയിട്ടിരിക്കുക. വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ, തെക്കേ അറ്റത്തെ നദി നെയ്യാറ്. ഇനി ഏതാണ് ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്? പെരിയാറാണ്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. പെരിയാർ 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഇനി ചെറിയ നദി ചോദിക്കുകയാണെങ്കിലും അത് ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ ഈ മഞ്ചേശ്വരം പുഴ വടക്കേ അറ്റത്തെ നദിയെന്ന് നമ്മളൊരു പോയിന്റ് പഠിച്ചു. ഇപ്പോൾ എന്താണ് പഠിച്ചത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴ തന്നെയാണ്. 16 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ 1974 കേരള സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം വന്നു. ഈ വിജ്ഞാപനത്തിൽ പറയുന്നത് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള, അതോ ഒന്നെങ്കിൽ 15 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളാണ് കേരളത്തിൽ നദികളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ മഞ്ചേശ്വരം പുഴയുടെ നീളം നോക്കിക്കേ, 15 നിന്ന് തൊട്ട് മേളിലല്ലേ 16 കിലോമീറ്ററാണ്. അപ്പോൾ 15 കിലോമീറ്ററോ അതിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ എന്തായിട്ട് കണക്കാക്കുകയുള്ളൂ? ഒരു നദിയായിട്ട് കണക്കാക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. തെക്കേ അറ്റത്തെ നദി നെയ്യാറ്. ഏറ്റവും വലിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം പെരിയാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം എന്ന് പറഞ്ഞല്ലോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞത്. നമ്മൾ ആ ഒരു പോയിന്റ് പഠിച്ചു. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഈ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ശിവഗിരി മല എന്ന് പറയുന്നത് പെരിയാറിൻ്റെ ഉത്ഭവ സ്ഥാനമാണ്. കേരളത്തിൻ്റെ ജീവരേഖ ഏത് നദിയാണ്? പെരിയാർ. അപ്പോൾ പെരിയാറിനെ കുറിച്ചിട്ടുള്ള പോയിന്റുകൾ നോട്ടായിട്ട് എഴുതി വെച്ചുകൊള്ളുക. കേരളത്തിൻ്റെ ജീവരേഖ ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു നോട്ടും കൂടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ ടെലിഗ്രാമിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പെരിയാറിൻ്റെ പോഷക നദികൾ അറിഞ്ഞിരിക്കണം. പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ തുടങ്ങിയവ പെരിയാറിൻ്റെ പോഷക നദികളാണ്. ഇനി പെരിയാറിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ നദി ആയതുകൊണ്ട് തന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയും പെരിയാർ തന്നെയാണ്. ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ആ പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ്. ഇനി പെരിയാർ പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട്ട് കായലിലാണ് എന്ത് ചെയ്യുന്നത്?
ഈ ഒരു പെരിയാർ നദി ചെന്ന് പതിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട പോയിന്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് പെരിയാറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി. പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാർ, മുതിരപ്പുഴയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ തുടങ്ങിയവ പെരിയാറിൻ്റെ പോഷക നദികളാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. പോഷക നദികൾ ഏറ്റവും കൂടുതലുള്ള നദിയാണ്. ശങ്കരാചാര്യർ എന്താണ് വിശേഷിപ്പിച്ചത് പെരിയാറിനെ? പൂർണ്ണ എന്ന് പരാമർശിച്ച നദി. എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ വലിയ നദിയായിട്ടുള്ള ഭാരതപ്പുഴയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. പെരിയാർ 244 കിലോമീറ്റർ. അപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ച് പോയിക്കൊള്ളുക. പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് റിവിഷൻ ചെയ്താൽ മതി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആനമലനിരകളിൽ നിന്നാണ്. ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ നൈൽ എന്നാണ് ഈ ഭാരതപ്പുഴ അറിയുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെട്ടത് ഏതായിരുന്നു? പെരിയാറാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ പൊന്നാനിപ്പുഴ, നിള എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? പേരാർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി ഈ ഒരു ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ തുടങ്ങിയവ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഇനി ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഭാരതപ്പുഴയുടെ പതനം അറബിക്കടലിലാണ്. ഭാരതപ്പുഴ എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരവും ഭാരതപ്പുഴയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണ്? ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. കേരള കലാമണ്ഡലം എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. അത് ഏത് നദീതീരത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഭാരതപ്പുഴയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നദിയാണ് മൂന്നാമത്തെ നീളം കൂടിയ നദി, പമ്പാ നദി. അപ്പോൾ നമ്മൾ ആ നീളത്തിൻ്റെ ഓർഡറിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒന്നാമത് എന്ത് പഠിച്ചു? പെരിയാർ 244 കിലോമീറ്റർ പഠിച്ചു. രണ്ടാമത് ഭാരതപ്പുഴ 209 കിലോമീറ്റർ. മൂന്നാമത്തെ നീളം കൂടിയ നദിയായിട്ടുള്ള പമ്പാ നദിയുടെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. പമ്പാ നദിയുടെ ഉത്ഭവമാണ് പുളിച്ചിമലയാണ് പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ പമ്പാ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പാ നദി. തിരുവിതാംകൂറിൻ്റെ ജീവനാഡിയാണ് പമ്പാ നദി എന്ന് പറയും. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ്. നമ്മൾ കേരളത്തിൻ്റെ ജീവരേഖ ഏതാണ് പഠിച്ചത്? പെരിയാറാണ്. എന്നാൽ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ അല്ലെങ്കിൽ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. പമ്പാ നദി പതിക്കുന്നതും വേമ്പനാട്ട് കായലിലാണ്. ഇനി പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ തുടങ്ങിയവയാണ് പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി പമ്പാ നദിയിലെ പ്രധാനപ്പെട്ടൊരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? പമ്പയിലാണ്. പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ശബരി ഡാമും കക്കാട് ഡാമും. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമൊക്കെ നടക്കുന്ന നദീതീരം ഏതാണ്? അതും പമ്പാ നദിയാണ്. മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമൊക്കെ നടക്കുന്ന നദീതീരം ചോദിക്കുകയാണെങ്കിൽ തന്നെയാണ് പമ്പയാണ്. അപ്പോൾ പമ്പ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി. പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ്. അതുപോലെ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി. പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ തുടങ്ങിയവ.
പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ പറയുന്ന പോയിന്റ്. അല്ലെ ഈ ക്ലാസ്സിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പോയിന്റുകൾ പറയാതെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ ക്ലാസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഷുവറായിട്ടും മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സാക്കാതെ തന്നെ പഠിക്കണം. ടെലിഗ്രാം ചാനലിൻ്റെ ഇതിൻ്റെ എക്സാം കാണും, PDF നോട്ട് ഷെയർ ചെയ്ത് തരാം. അടുത്തത് 4ാമത്തെ നീളം കൂടിയ നദിയെക്കുറിച്ച് പഠിക്കാം. ചാലിയാറാണ് 4ാമത്തെ നീളം കൂടിയ നദി. 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. ഇളമ്പലേരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇനി ഈ ചാലിയാറിൻ്റെ മറ്റു പേരുകളാണ് കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പുഴ ഏതാണ്? ചാലിയാറാണ്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്, കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ചാലിയാർ സംരക്ഷണ സമിതി അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ സ്ഥാപക നേതാവാണ് KA റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചാലിയാർ പ്രക്ഷോഭമാണ്. അടുത്ത പുഴയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. അപ്പോൾ 5ാമത്തെ നീളം കൂടിയ നദിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെയാണ് പഠിച്ചു വന്നത്. പെരിയാർ പഠിച്ചു, ഭാരതപ്പുഴ പഠിച്ചു, പമ്പ പഠിച്ചു, ഇപ്പോൾ എന്താ പഠിച്ചു? ചാലിയാർ പഠിച്ചു. അതിനുശേഷം ചാലക്കുടി പുഴയിലേക്ക് കയറിയിരിക്കുകയാണ്. 5ാമത്തെ നീളം കൂടിയ നദിയാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്ന് പറയുന്നത് ഏതാണ്? ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. അതുപോലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ പഠിക്കാനുണ്ട്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണപ്പെടുന്ന നദിയാണ് ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, അതുപോലെ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവ സ്ഥാപിച്ചിരിക്കുന്ന നദിയും ചാലക്കുടി പുഴയാണ്. ഇനി കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല. എവിടെ തന്നെയാണ്? ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചാലക്കുടി പുഴയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊള്ളുക. വേണ്ടവർ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കേട്ടുകൊള്ളുക. അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് നദികളെക്കുറിച്ചും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നീളത്തിൻ്റെ ഓർഡറിൽ 5 നദികൾ, ആദ്യത്തെ 5 സ്ഥാനങ്ങളിലുള്ള നദികൾ പഠിച്ചു. ഇനി പ്രത്യേകതകളുള്ള കുറച്ച് നദികളും കൂടി നമുക്ക് നോക്കാം. നെയ്യാറിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ്. നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് അഗസ്ത്യമല നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരവും നെയ്യാറാണ്. മരക്കുന്നം ദ്വീപ്. അപ്പം നെയ്യാർ തെക്കേറ്റത്തുള്ള നദി, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. മഞ്ചേശ്വരം പുഴയുടെ പ്രത്യേകത എന്തായിരുന്നു? വടക്കേ അറ്റത്തുള്ള നദിയായിരുന്നു. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായിരുന്നു. എത്രയായിരുന്നു അതിൻ്റെ നീളം എന്ന് പറയുന്നത്? 16 കിലോമീറ്റർ ആയിരുന്നു നീളം എന്ന് പറയുന്നത്. ഇനി മഞ്ചേശ്വരത്തിൻ്റെ ഉത്ഭവ സ്ഥാനമാണ് ബാലാപ്പൂണി കുന്നുകൾ എന്ന് പറയുന്നത്. തലപ്പാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴയാണ് തലപ്പാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ടെന്ന്. ആ 3 നദികളുടെ പോയിന്റുകൾ എപ്പോഴും PSC പരീക്ഷയിൽ, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGSൻ്റെ ഒക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ 10th പ്രിലിംസ് എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഈ ഒരു ക്ലാസ് മിസ് ചെയ്യാതെ കേട്ടോണം. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്? കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനിയാണ്. 56.6 കിലോമീറ്ററാണ് കബനിയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്, കബനി, ഭവാനി, പാമ്പാർ. അതിനകത്ത് വലുതേതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കബനിയാണ്. തൊണ്ടാർമുടി വയനാട് ജില്ലയിൽ നിന്നാണ് ഈ കബനി നദി ഉത്ഭവിക്കുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനിയാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമായിട്ടുള്ള ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ്. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി.
നീളം 56.6 കിലോമീറ്റർ. തൊണ്ടാർമുടി വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമായിട്ടുള്ള ബാണാസുര സാഗർ ഡാമും കബനി നദിയിലാണ്. ഭവാനി നദി എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളം 37.5 കിലോമീറ്ററാണ്. അപ്പോൾ കബനിയുടേത് 56.6, ഭവാനി 37.5 കിലോമീറ്റർ. ഈ ഭവാനി നദി നീലഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് കാവേരി നദിയിലാണ് പതിക്കുന്നത്. നീലഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് കാവേരി നദിയിലാണ് പതിക്കുന്നത്. ഇനി പാമ്പാർ എന്ന് പറയുമ്പം ദേവികുളത്തെ ബെന്മൂർ എസ്റ്റേറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബെന്മൂർ ടീ എസ്റ്റേറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പാമ്പാർ നദി. 25 കിലോമീറ്ററാണ് പാമ്പാറിൻ്റെ നീളം. 25 കിലോമീറ്ററാണ്. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പാമ്പാറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ചേശ്വരം പുഴ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? തലപ്പാടി പുഴയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം കാണപ്പെടുന്നു. വെള്ളച്ചാട്ടങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ പെരുന്തേനരുവി പഠിച്ചു, ആതിരപ്പള്ളി പഠിച്ചു, ഇപ്പോൾ പഠിച്ചു തൂവാനം വെള്ളച്ചാട്ടം. അപ്പോൾ ഇതൊക്കെ ഏത് നദികളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ ഏത് നദികളിൽ സ്ഥിതി ചെയ്യുന്നു എന്നതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്ന നദി, അതുപോലെ തൂവാനം വെള്ളച്ചാട്ടം കാണപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? പാമ്പാറാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഡെയിലി 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ പോകുന്നത് VFA, ബെവ്കോ, കമ്പനി LGS, സ്റ്റോർമാൻ തുടങ്ങിയ 10th ലെവൽ എക്സാമുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 100 ദിവസത്തെ ചലഞ്ചിൽ നിങ്ങൾ പങ്കാളികളാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിലബസ് തീർത്ത് 2026 റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. താങ്ക്